ഹായ് ഫ്രണ്ട്സ്, ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്നാണല്ലോ പറയുക. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരിക്കുന്ന പലരും ഉണ്ടാവും കേട്ടോ. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് വാങ്ങാറുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. അവർ അമ്മയെ നോക്കാൻ നിന്നതാണ്. അപ്പോൾ അവരാണ് കേട്ടോ എനിക്കിതുപോലെ ഞണ്ട് എങ്ങനെയാണ് നന്നാക്കുന്നത്, അതെങ്ങനെയാണ് കറി വെക്കണമെന്നൊക്കെ പറഞ്ഞു തന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ ഞണ്ട് കിട്ടിയാൽ വിടാറില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ആദ്യം നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ കാലുകളുണ്ടല്ലോ, അതൊക്കെ ഒടിച്ച് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് കളയാനായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇത്തിരി വലിയ കാല് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതുപോലൊന്ന് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ ബബ്ലൂസ് നാരങ്ങില്ലേ, അതിൻ്റെ അല്ലി പോലെയുള്ള ഭാഗം ഇട്ടത്. അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൊളിച്ച് കളയണം. ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാലേ ചില സ്ഥലത്തൊക്കെ കമ്പിളി നാരങ്ങ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഉണ്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര വലിപ്പം ഉണ്ടല്ലോ, നടുവായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി വലിയ ഞണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിപ്പമുള്ള കാലുകളൊക്കെയാവും. അപ്പോൾ ആ കാലുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ കാലായതുകൊണ്ടാണ് കേട്ടോ ഞാനത് മാറ്റി വെക്കണത്. ചില സമയത്ത് നല്ല ജീവനുള്ള ഞണ്ടായിരിക്കും കേട്ടോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ജീവനില്ലാത്ത ഞണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനും പറ്റി. ഞണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സാധനം. അപ്പോൾ ഇത് നമുക്ക് കളഞ്ഞെടുക്കണം. അതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തഴുക്കൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി ഊറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വേണം. ഇതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഒരു 4 സവാള ചോപ്പ് ചെയ്ത് വെച്ചതും അതുപോലെ ഒരു 3 തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. 1 കിലോ ഞണ്ടിനുള്ള മസാലയുടെ അളവാണ് കേട്ടോ ഈ പറയുന്നത്. ആദ്യം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി, വല്ലാണ്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ നമ്മൾ ഇതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ചതച്ച പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പെരുംജീരകം ചതച്ചതില്ലെങ്കിൽ പൊടിയായാലും മതി. മസാല എല്ലാം പച്ചമണം ഒന്ന് വിട്ട് വാരണ വരെയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലോണം ഇളക്കി അതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണ വരെയും ആക്കിയെടുക്കണം. അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് സമയം മതി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങും കണ്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും, മസാലയൊക്കെ ഇങ്ങനെ മൂത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഞണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഞണ്ടിന് അധികം വേവില്ല എന്നാണ് കേട്ടോ പറയുക, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കട്ടെ. ഗ്രേവി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യണേലും വലിയ പണിയാണ് കേട്ടോ ഇത് കഴിക്കുക എന്നുള്ളത്. 2 കൈയും വേണം എനിക്കിത് കഴിക്കാനായിട്ട്. എന്നാലും ഞണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴേക്കും എന്താ വാസന എന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞണ്ട് നന്നാക്കാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് ഇനി ആരും ഞണ്ടൊന്നും വാങ്ങാണ്ടിരിക്കണ്ട കേട്ടോ. എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനും. നന്നായിട്ട് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ലോണം വലിഞ്ഞ് കഴിയുമ്പോൾ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇതിൻ്റെ രുചിയുണ്ടല്ലോ കഴിച്ച് തന്നെ അറിയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.